ഒരുപാട് കാത്തിരുന്നാണ് ഓരോ ഹാജിയും ഹജ്ജിനെത്തുന്നത്. ഇത്തവണ എത്തിയ മലയാളി ഹാജിമാരും അങ്ങനെ തന്നെ. ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ടായിരുന്നു ഹജ്ജിൽ. നൊമ്പരത്തോടെയാണ് ഓരോ ഹാജിയും ഹജ്ജിൽ നിന്ന് വിട വാങ്ങുന്നതും. ഹജ്ജ് അനുഭവമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലെ അതനുഭവപ്പെടൂ. ശീലിച്ചു പോന്നതിലെ ചിലതിലെല്ലാം അതിന് മാറ്റം വരുത്താനാകും. മക്കയിലെത്തുന്ന ഓരോ വിശ്വാസിക്കും ഇതിനാൽ ഹജ്ജിലെ കാഴ്ചകൾ പലതാണ്. ഇവിടെ എത്തുമ്പോൾ കാണുന്ന സൗകര്യങ്ങളിൽ തുടങ്ങും ഹജ്ജിന്റെ കഥകൾ. ചിലർക്കത് ജീവിതത്തിലെ എന്നേക്കുമുള്ള തിരിച്ചറിവാണ്. വലിയൊരു പിന്നെ എങ്ങനെയാ വെച്ചാൽ അത്രയും ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരുപാട് കാലമായിട്ട്. അൽഹംദുലില്ലാ അപ്പോൾ നടക്കാൻ വളരെ സന്തോഷം. ഹജ്ജിന് വരുന്നതിന് മുമ്പായിട്ട് പിന്നെ എനിക്ക് തോന്നിയത് മഗ്ഫിറത്താണ് തോന്നിയത്. അതായത് പാമോചനത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് തോന്നിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു കാതലായിട്ടുള്ള വശം എന്ന് പറയുന്നത് തൗഹീദ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് ശരിക്കും തവാഫിൻ്റെ കർമ്മങ്ങളിലും സഹി ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ബോധ്യപ്പെട്ടതാണ്. കാരണം ഇത് നമ്മൾ വരുന്നത് വരെയുള്ള നമ്മുടെ ഒരു ദീനിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടും അത് കഴിഞ്ഞ് സഹി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ആ തൗഹീദിലുള്ള വിശ്വാസം വല്ലാതെ ആഴത്തിൽ വേരോർക്കാൻ പറ്റിയിട്ടുണ്ട്. ഹജ്ജിലേക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഇനിയുള്ള ഭാവി ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് ഹജ്ജ്. അതായത് ഞാൻ ഹജ്ജിന് വരുന്നതോടുകൂടി എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അതോടൊപ്പം തന്നെ എൻ്റെ ഭാവിയുള്ള ജീവിതം ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനം എടുത്ത ഒരു വ്യക്തിയുടെ ആ ഒരു ഇബാദത്തിൻ്റെ പൂർണ്ണതയാണ് ശരിക്കും ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഭാവിയുള്ള ജീവിതത്തിൽ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള നമ്മളെടുക്കുന്ന ഓരോ വ്യക്തികളും എടുക്കുന്ന തീരുമാനം കൂടിയാണ് ഹജ്ജ്. ഹജ്ജിന്റെ ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? അതിനും ഉത്തരം പലർക്കും പലതാണ്. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക പറയില്ലേ, അത് ക്ഷമ നമ്മൾ അതിൻ്റെ എക്സ്ട്രീമെൻറ്റിൽ നമ്മൾ ക്ഷമ പഠിക്കും. കാരണം നമുക്ക് എല്ലാത്തിനും തിക്കുന്നവരൊക്കെയാണല്ലോ നാട്ടിലാവുമ്പോൾ. നമുക്ക് എല്ലാത്തിനും നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ല. നമ്മൾ നാട്ടിലാവുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഇന്നത് കിട്ടിയില്ല, അത് കിട്ടിയില്ല. ഇവിടെ ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ നമ്മളത് ആ ക്ഷമയുടെ എന്താ പറയുക നെല്ലിപ്പലക കാണാൻ പറയില്ല. അത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ മിനയിൽ ഇവിടെ ഈ കിടക്കുന്ന ഒരു ഇതിലുണ്ടല്ലോ, എത്ര വലിയ കോടീശ്വരനാവുന്ന നാട്ടിൽ. പക്ഷേ ഇവിടെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ശരിക്കും കബറിൽ കിടക്കുന്ന ഒരു ഫീലാണ്. ശരിക്കും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതിലൂടെ നമ്മൾ നല്ലൊരു മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. അത് ഉദ്ദേശിച്ചിട്ടാണ്. അതായത് ഏകദേശം ഒരു 7 വർഷം മുമ്പ് വരണം എന്ന് ആഗ്രഹിച്ചാണ്. ഇപ്പോഴാണ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ഇത് എത്തിയത്. ചിലർക്ക് വിട്ടുപോയതിൻ്റെ ഏങ്ങലുകൾ കൂടിയാണ് ഹജ്ജ്. 7 വർഷം മുമ്പ് അന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പുണ്ട്, അന്ന് എൻ്റെ മുമ്പല്ല. സത്യം പറഞ്ഞ ഉമ്മാനെയും കൊണ്ട് വരണം ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ കഴിക്കില്ല. അത് പാപ്പാനെ പ്രാവശ്യം കൂട്ടരാൻ പറ്റില്ല. കാരണം ഞാൻ ലാസ്റ്റ് ദിവസമാണ് ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ വേറെ കവറിൽ കൊടുത്തു. കവറിൽ കൊടുത്ത് ഇറങ്ങുമ്പോൾ അപ്പം അത് കൂട്ടിയിട്ട് വരാൻ ഉമ്മാനെയും കൂട്ടിയിട്ട് ഈ പുണ്യഭൂമിയിൽ വേറെ ആഗ്രഹിച്ച. പക്ഷേ കഴിച്ചില്ല. മനസ്സിനുള്ളിൽ ആ ഇത് ഇപ്പം ഉമ്മ മരിച്ച 5 വർഷം വരെ 4 വർഷം. അപ്പോൾ അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഹജ്ജ് പൂർത്തീകരിച്ചിട്ട് ഇനി ഒരിക്കൽ കൂടി ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹം. ഹജ്ജ് ഓർമ്മകളെയും നന്മകളെയും പെട്ടുപോകലുകളെയും തിളപ്പിച്ചുകൊണ്ടേയിരിക്കും.
ചിലർക്കത് ശാരീരിക മാറ്റങ്ങളുടെയും കാലമാണ്. നല്ല റാഹത്തിലാണ്. പ്രയാസം ഇല്ല, അതൊന്നും ഇല്ല. അതൊക്കെ അതൊന്നും ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നടുവേദനയും കാലുവേദനയും അത് ഇവിടേക്ക് എത്തി. അപ്പോഴൊക്കെ മാറി. പൊന്നാര സാറേ അത് മാറി. ഇന്ത്യക്ക് ഞാൻ തന്നെ ഇപ്പോൾ പെട്ടെന്ന് മാറി എനിക്ക് തോന്നുന്നു. അൽഹംദുലില്ലാ. ഞാൻ എങ്ങനെ ഇപ്പോൾ മീനയിലും അറഫയിലൊക്കെ പോയി പോരുക എന്നുള്ളത് വളരെ പ്രയാസത്തിലൂടെ വന്നിരുന്നതാണ്. ഡോക്ടർ പറഞ്ഞ് പിന്നെ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് നട്ടലിന് ഡിസ്ക് തെറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. അത് ഇവിടെ വന്നു നോക്കുമ്പോൾ ഒരു പ്രശ്നം കാണാനില്ല. അൽഹംദുലില്ലാ. ഇപ്പോൾ ഒരു ഇരിക്കാനും നടക്കാനും ഞാൻ ഈ ചുമൽ ഇത് ഏറ്റിട്ട് വന്ന് ഒരു 5 കിലോ കീസ് എടുക്കാൻ വയ്യാതെ നാട്ടിൽ നിന്ന് വന്നാൽ ഇത് ഞാൻ എൻ്റെ ചുമലിൽ വെച്ചിട്ടേ പോകുന്നു. ഞാൻ ബസ്സിനൊക്കെ തോന്നുന്നു. അൽഹംദുലില്ലാ. നാട്ടിൽ നല്ല നടക്കുന്ന ആളാണ് ഞാൻ. നാട്ടിൽ നല്ല നടക്കുന്ന ആളാണ്. ഡെയിലി പിന്നെ രാവിലെ നടക്കും ചെയ്യുമ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. പിന്നെ ഹാർട്ടിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ ഒരു 3 സ്റ്റെഡ് ഇട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ടായിട്ട് ഒരു 10 വർഷം മുമ്പേ. ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ. അതിനൊക്കെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ ഞങ്ങൾ ആഫിയത്തിനെ കൊണ്ട റബ്ബേ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹജ്ജിനെത്തുന്ന ഒരു ഹാജി ഏതാണ്ട് 80 കിലോമീറ്ററോളം ദൂരം ഹജ്ജിൻ്റെ സമയത്ത് നടന്നു തീർക്കുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ വന്നവർക്ക് മികച്ച സൗകര്യങ്ങൾ ഇത്തവണ ഹജ്ജിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഹറമിലൊക്കെ നല്ല റാഹത്താണ്. ഹജ്ജ് എല്ലാ കാര്യങ്ങളും റാഹത്ത് തന്നെയാണ്. പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് അൽ നസീം എന്ന സ്ഥലത്താണ്. നല്ല റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിനൊന്നും ഒരു പ്രയാസമില്ല. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. സംസം വെള്ളം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളത് ഖാദിമുൽ ഹജ്ജാജ് അബൂബക്കർ സാറാണ്. ചാവക്കാട് പോലീസിലാണ്. നല്ല സേവനങ്ങൾ, എല്ലാ ഹെൽപ്പും എല്ലാവർക്കും നല്ല ഇതുണ്ട്. KMCC-കാരൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് മാക്സിമം സഹായിക്കുന്നു. മക്കയിലെത്തിക്കാണുന്ന ഓരോ കാഴ്ചകളിലും വിശ്വാസികൾക്ക് അത്ഭുതങ്ങളുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്നു. കാരണം നമ്മൾ വായിച്ച പ്രകാരം 24 ലക്ഷം 25 ലക്ഷത്തിന് മേലെ ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മത്താഫ്. വന്ന ഒരാളും മത്താഫ് തൊടാതെ പോകുന്നില്ല. ആ മത്താഫിൽ അത്രയും ലക്ഷങ്ങൾ ഒരുമിച്ച് വന്ന് പോവുക എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇത്രയും ദേശത്തുനിന്ന് ആളുകൾ ഇവിടെ വന്നു പോകുമ്പോൾ പല സ്വഭാവക്കാർ, പല കൾച്ചറുകളുള്ള ആളുകൾ, പല ആളുകൾ ഇവിടെ വന്നു പോകുമ്പോൾ അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് വലിയൊരു തന്നെയാണ്. നമ്മളൊരു വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ചെയ്താൽ തന്നെ ആ വേസ്റ്റ് എന്ത് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളിത്. ഇത്രയും ലക്ഷങ്ങളുടെ വന്നു പോയിട്ട് ഇത്രയും ആളുകൾക്ക് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഓരോ ബോട്ടിൽ വെള്ളം കൊടുക്കുകയാണ്. അത് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ബോട്ടിലുകൾ അവിടെ വേസ്റ്റായി കിടക്കും ഓരോ ദിവസവും. പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴത്തേനും ആ റോഡെല്ലാം ക്ലീനായി കിടക്കുകയാണല്ലോ. ഒരു വേസ്റ്റ് പോലും നിലത്ത് കിടക്കുന്നില്ല. അത് സൗദി ഗവൺമെൻറ് അഭിനന്ദിക്കുക തന്നെ വേണം. സംഗമിക്കുന്ന ലക്ഷോപലക്ഷങ്ങളെ മക്ക ഏറ്റുവാങ്ങുന്നതിൻ്റെ കൗതുകമുണ്ട് ചിലർക്ക്. ഇമാജിനേറ്റ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹറമിലെ ഒരുക്കങ്ങളാണെങ്കിൽ പോലും ഹറമിൽ നമ്മൾ ഒരു സമയത്ത് തവാഫിന് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഹറമിനകത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ നമ്മളോട് പെരുമാറാനും നമ്മുടെ പിന്നെ നിസ്കാരത്തിൻ്റെ സമയം അല്ലെങ്കിൽ പോകേണ്ട സ്ഥലങ്ങളെ ക്രമീകരിക്കാനൊക്കെ ടൈം ടു ടൈം അപ്ഡേറ്റഡ് ആയ ഒരു വലിയൊരു വ്യൂഹം അവിടെ ഉണ്ട്. അന്തരീക്ഷ താപനില വളരെ നമുക്ക് ആലോചിക്കുന്നതിനപ്പുറം താങ്ങുന്നതിനപ്പുറമായ സമയത്ത് ഈ ഹറമിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ, അതായത് പള്ളിക്ക് പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ അവർ ചെയ്ത കൂളിംഗ് സംവിധാനം അത് വളരെ ആശ്വാസമായിരുന്നു. ഹജ്ജ് വൃത്തിയാക്കുന്നത് മനസ്സിനകത്തെ മതാഫുകളെ കൂടിയാണ്.